ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഷൈൻ വേൾഡ് പ്ലാന്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഡെൻഡ്രോബിയത്തിൻ്റെ ഒരു റിപ്പോർട്ടിംഗ് വീഡിയോ ആണ് കാണിക്കുന്നത്. ഡെൻഡ്രോബിയം ഇപ്പം നമ്മൾ എത്ര വർഷം കൂടുമ്പോൾ റിപ്പോർട്ട് ചെയ്യണം, അങ്ങനെ റിപ്പോർട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണോ, അങ്ങനെയൊക്കെയുള്ളത്, പിന്നെ ബഡുള്ളത് റിപ്പോർട്ട് ചെയ്യാമോ, ഇതൊക്കെ എൻ്റെ ഡൗട്ട്സ് ആയിരുന്നു. അപ്പോൾ അതുപോലെ നിങ്ങൾക്കും അങ്ങനെ ചെയ്യുന്ന ഡൗട്ടുകളുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാനതൊക്കെ ചെയ്തിട്ട് സക്സസ് ആയി. അത് നല്ല രീതിയിൽ ഫ്ലവറിങ്ങും ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എൻ്റെ കയ്യിലുള്ള വിരിഞ്ഞ ഫ്ലവേഴ്സാണ്. മൊക്കാറയൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതൊരു വാൻഡയാണ്. അതൊന്നറിയാണ്ട് ഞാൻ മൊക്കാറയുടെ കൂട്ടത്തിൽ കൊണ്ടുവന്ന് വെയിലും മഴയൊക്കെ കൊണ്ട് വെച്ചു. പക്ഷേ കുഴപ്പമൊന്നുമില്ലാണ്ട് അത് ഫ്ലവർ ചെയ്തു കേട്ടോ. കുറേ വർഷം കഴിഞ്ഞിട്ടാണ് ഫ്ലവർ ചെയ്തത്. പിന്നെ ഫെലനോപ്സിസ് എല്ലാവർക്കും അറിയാം, ഇതൊരു സ്മെല്ലുള്ള ടൈപ്പാണ്. ഫെലനോപ്സിസ് 4 തുടങ്ങി 6 മാസം വരെയൊക്കെ ഫ്ലവർ കൊഴിയാതെ നിൽക്കുന്നതാണ് പറയുന്നത്. അത് തന്നെ തൈ ഉണ്ടാവും. പിന്നെ നമ്മൾ ബഡൊന്നും കട്ട് ചെയ്യാണ്ടിരുന്നത് നിന്ന് വീണ്ടും ബഡ് നീണ്ടു വന്ന് വീണ്ടും ഫ്ലവർ ചെയ്യും. അതൊക്കെ ഫെലനോപ്സിസ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന പ്ലാന്റ്സ് ഓർക്കിഡുകളിൽ ഉള്ളതാണല്ലോ. പിന്നെ എല്ലാവർക്കും ഓർക്കിഡ് നല്ല ഇഷ്ടമാണല്ലോ, കുറേ നാൾ ഫ്ലവർ നിൽക്കുന്നതുകൊണ്ട്. ഇതിപ്പോൾ ഞാൻ കോണിലൊക്കെ ഇരുന്ന ഓർക്കിഡുകൾ കട്ട് ചെയ്ത്, ഇതൊക്കെ ഫംഗസും പിന്നെ ചീഞ്ഞൊക്കെ കണ്ടോ, കുറേ റൂട്ട്സ് ചീഞ്ഞൊക്കെ ഇരിക്കണം. വലിയ പ്ലാന്റാണിത്, നല്ല നീളത്തിലുള്ള വലിയ പ്ലാന്റ്, നല്ല വലിയ ഫ്ലവറും. ഒരു 3 മാസം വരെ അതിൻ്റെ ഫ്ലവറും നിൽക്കും കേട്ടോ. നല്ല ഡാർക്ക് വയലറ്റാണ് അതിൻ്റെ കളറ്. ഡാർക്ക് ബ്ലാക്ക് റെഡ് അങ്ങനെയാണ് അതിൻ്റെ ഐഡിയ ആയിരുന്നത്. പക്ഷേ റെഡൊന്നുമല്ല, ബ്ലാക്ക്, നല്ല ഡാർക്ക് വയലറ്റ്. അപ്പോൾ അത് ഞാൻ അതുപോലെ ഒരു ചെറിയ ബഡ് വന്നു. അപ്പോൾ എനിക്കിത് റിപ്പോർട്ട് ചെയ്യാമെന്നൊരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, റിപ്പോർട്ട് ചെയ്തിട്ട് സക്സസ് ആയിരുന്നു. പിന്നെ ഞാൻ ഈ കോണൊക്കെ കട്ട് ചെയ്തിട്ടൊക്കെ എടുക്കേണ്ടി വന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുഴപ്പമൊന്നുമില്ല. ആ കോൺ നമുക്ക് റീയൂസ് ചെയ്യാം. ടൈ ചെയ്ത് വള്ളിയിട്ടൊക്കെ കെട്ടി വെച്ച് വീണ്ടും സീഡ്ലിങ്സൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അത് ഫംഗിസൈഡിൽ മുക്കി വെച്ച് ഒരു 10 മിനിറ്റ് ഫംഗിസൈഡിൽ മുക്കി വെച്ചിട്ട് എടുത്തിട്ട് റൂട്ടൊക്കെ കട്ട് ചെയ്ത് പിന്നെ ഫംഗിസൈഡൊക്കെ തേച്ച് ആണ് ഞാൻ വീണ്ടും റിപ്പോർട്ട് ചെയ്തത്. എല്ലാ റൂട്ടും ചീഞ്ഞൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. നല്ല വലിയ പ്ലാന്റ്. അപ്പോൾ അതിന് സപ്പോർട്ടായിട്ട് കോലൊക്കെ വെച്ച് കെട്ടി കൊടുത്ത് ഒക്കെയാണ്. പിന്നെ ചില പ്ലാന്റൊക്കെ ഞാൻ 2-3 ആയിട്ട് തിരിച്ചൊക്കെ റിപ്പോർട്ട് ചെയ്തു. ചിലതിനൊന്നും വലിയ കംപ്ലൈൻ്റ് ഇല്ല, അധികം പഴക്കമില്ല. എന്നാലും ഒരു വലിപ്പമുള്ളതൊക്കെ ഞാനപ്പോൾ റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ അതെല്ലാം ഫംഗിസൈഡിൽ മുക്കി വെച്ച് ഓരോന്നായിട്ട് ഞാനങ്ങനെ റിപ്പോർട്ട് ചെയ്ത് സ്റ്റാൻഡിന്മേലുള്ള എല്ലാ ചട്ടികളിലും, സിമെൻറ്റ് ചട്ടിയിലാണ് വെച്ചത്. സിമെൻറ്റ് ചട്ടിയിൽ വെക്കാമോ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഡൗട്ടുള്ളവർക്കൊക്കെ അത് ക്ലിയർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ചെയ്തത് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒക്കെ കട്ട് ചെയ്ത് എന്നിട്ടും ഒരു പ്രോബ്ലം ഇല്ല കേട്ടോ. അതൊക്കെ എന്നിട്ട് നല്ല രീതിയിൽ ഷൂട്ടൊക്കെ വന്ന് പിന്നെ ഞാൻ കൊടുക്കുന്ന വളങ്ങൾ തേങ്ങ വെള്ളം പുളിപ്പിച്ചത് കൊടുക്കാറുണ്ട്. പിന്നെ മുരിങ്ങയില, കൊന്നയിലൊക്കെ, ശീമക്കൊന്നയുടെ ഇലയൊക്കെ അലോവേരയൊക്കെ ഇട്ട് ജ്യൂസാക്കിയൊക്കെ ഡൈലൂട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇത് ഞാൻ സിമെൻറ്റ് ചട്ടിയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അടിയിൽ സിമെൻറ്റ് ചട്ടിയിലെന്ന് വെച്ചാൽ ഞാൻ അടിയിലൊരു ലെയർ ഓട്ട് കഷ്ണമൊക്കെ വെച്ച്, പിന്നെ തെർമോക്കോള്, കരിക്കട്ട ഞാൻ തന്നെ ഇവിടെ കുറച്ച് വിറകൊക്കെ കരി ആക്കിയെടുത്തു, കത്തിച്ച് കരിയാക്കിയിട്ട് അത് ട്രീറ്റ് ചെയ്തിട്ട് വെള്ളത്തിലൊക്കെ 2-3 പ്രാവശ്യം കഴുകി കുറച്ച് ദിവസം വെള്ളത്തിലൊക്കെ ഇട്ട് ഫംഗിസൈഡിലൊക്കെ ട്രീറ്റ് ചെയ്തിട്ടാണ് ഞാനത് യൂസ് ചെയ്തത് കേട്ടോ. പിന്നെ നമുക്ക് ചൂടുകാലമാണ്. അപ്പോൾ മുകളിൽ കുറച്ച് ചകിരിനാരൊക്കെ വെക്കാം. ചകിരി പീസ് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഉച്ച വരുമെന്ന്, പക്ഷേ ഇവിടെ ഉച്ച ശല്യമൊന്നും അങ്ങനെ ഇല്ല. ഉച്ച വരാണെങ്കിൽ തന്നെ നമ്മൾ സ്റ്റാൻഡിൻ്റെ അടിഭാഗത്ത് കുറച്ച് മറ്റേ ഇതുണ്ടല്ലോ, നമ്മുടെ കിച്ചണിൽ പാത്രമൊക്കെ കഴുകുന്ന കമ്പി പോലത്തെ സംഭവം ഉണ്ടല്ലോ, അത് കെട്ടിയൊക്കെ വെച്ചാൽ മതി. അപ്പോൾ ഉച്ച സ്റ്റാൻഡിൽ മെല്ലിക്കൊന്നും കയറില്ല, സ്റ്റാൻഡിലൊക്കെ ചട്ടിയിൽ വെക്കുകയാണെങ്കിൽ. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് പിന്നെ നമ്മൾ സപ്പോർട്ടായിട്ടൊരു കോലൊക്കെ കൊടുക്കണം. പ്ലാന്റ് ഒരുപാട് താഴോട്ട് ഇറക്കി വയ്ക്കാൻ പറ്റില്ലല്ലോ, കുറച്ച് അതിൻ്റെ ഷൂട്ട് വരുന്ന ഭാഗം മുകളിലോട്ട് നിൽക്കണം. എന്നിട്ടപ്പോൾ ഒരു കോലൊക്കെ വെച്ച് കൊടുത്ത് കെട്ടി സപ്പോർട്ട് ചെയ്തൊക്കെ വെച്ച് കൊടുക്കാം.
വേരൊക്കെ പിടിച്ച് കഴിയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് കോലഴിച്ച് മാറ്റുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുക. ഇതിപ്പോൾ ആ കുഞ്ഞ് ബഡ് വന്ന പ്ലാന്റിൻ്റെ വിരിഞ്ഞതാണ് കേട്ടോ. ഒരു ഡിസംബർ ഫസ്റ്റ് വീക്ക് ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഫെബ്രുവരി ആയല്ലോ, ഫെബ്രുവരി പകുതി ആവാറായില്ലേ, എന്നാലും ഫ്ലവറൊന്നും കൊഴിഞ്ഞിട്ടില്ല. 3 മാസം വരെയൊക്കെ അതിൻ്റെ ഫ്ലവർ കിട്ടാറുണ്ട്, നല്ല വലിയ ഫ്ലവറാണ്. പിന്നെ അതിന് റിപ്പോർട്ട് ചെയ്തൊരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഈ പ്ലാന്റിലൊക്കെ പുതിയ ബഡ്ഡുകൾ വന്നു കേട്ടോ. ഒരു 3 ബഡ് വന്നു അതിൽ. അപ്പം അനുകൂലമായ സാഹചര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ കുറച്ച് നാളായിട്ട് അതൊന്നും ബഡ് ഇങ്ങനെ നിൽക്കുമായിരുന്നു കോണിൽ. അപ്പോൾ കോണിൽ തിങ്ങിയൊക്കെ ഇരുന്ന് വേരൊക്കെ ചീഞ്ഞ് പിന്നെയും എന്നാലും വേര് പുതിയതൊക്കെ വരണ്ടായിരുന്നു, എന്നാലും അത് ഫ്ലവറും ചെയ്യണ്ടെന്നില്ല. അപ്പോൾ അതൊക്കെ റിപ്പോർട്ട് ചെയ്ത് അനുകൂലമായ സാഹചര്യം കിട്ടിയപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ വളർന്നു വന്നു. പിന്നെ ഞാൻ കൊടുക്കുന്ന വളങ്ങൾ കാൽസ്യം നൈട്രേറ്റ് കൊടുക്കാറുണ്ട്, പിന്നെ 19 കൊടുക്കാറുണ്ട്, പിന്നെ മിറാക്കിൾ 20 ഗ്രോത്തിനും ഫ്ലവറിങ്ങിലും മാറി മാറി കൊടുക്കും. 4 ദിവസം കൂടുമ്പോൾ കൊടുക്കണം എന്ന് പറയാം, ആഴ്ചയിലൊക്കെ ആയിട്ട് കൊടുക്കാറുണ്ട്. പിന്നെ അരി കഴുകിയ വെള്ളം അതിൽ വെജിറ്റബിൾസിൻ്റെയും ഉള്ളിത്തൊണ്ട് അങ്ങനെയൊക്കെ ഇട്ട് അത് വെള്ളം എടുത്ത് ഡൈലൂട്ട് ചെയ്തൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ പുളിപ്പിച്ചത് വേനൽക്കാലത്ത് 1-2 പ്രാവശ്യം കൊടുക്കും, അങ്ങനെ എപ്പോഴും കൊടുക്കാറൊന്നുമില്ല. കപ്പലി പിണ്ണാക്കും ചാണകവും പച്ചച്ചാണകമൊക്കെ ഉണ്ടല്ലോ, എല്ലുപൊടി വേപ്പിണ്ണാക്കും അതൊക്കെ പുളിപ്പിച്ചിട്ട് കൊടുക്കാം. പിന്നെന്താ സീവിഡ് ഫെർട്ടിലൈസർ കൊടുക്കാം. ഫിഷ് അമിനോ ആസിഡ് ഏറ്റവും ബെസ്റ്റാണ്. അതിൽ നമ്മൾ ശീമക്കൊതടയിലും കപ്പങ്ങയൊക്കെ ഇട്ടിട്ട് നമ്മൾ ഫിഷ് കെട്ടി വെച്ച് ശർക്കരയൊക്കെ ഇട്ട് വെച്ചിട്ടുള്ളത് നല്ല ഒരു വളമാണ്, അത് കൊടുക്കാം. അങ്ങനെ ഒരുപാട് വളങ്ങൾ ഓർക്കിഡിന് നമുക്ക് കൊടുക്കാൻ, നമുക്ക് വീട്ടിലുള്ള വളങ്ങൾ തന്നെ ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ അതങ്ങനെയൊക്കെ മാറി മാറി കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അവർ നമുക്ക് ഫ്ലവറും തരും. നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതിനനുസരിച്ച് ഇങ്ങോട്ട് ഫ്ലവറായിട്ട് അവർ നമ്മളെ ഓർക്കിഡ് ഫ്ലവർ എല്ലാവരും ഇഷ്ടപ്പെടുന്നവരുണ്ടെന്നല്ലോ. ഓക്കെ, താങ്ക് യു. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എന്താ പറയുക, കമൻറ്റ് ചെയ്യുക. ഇതൊക്കെ പുതിയ ഷൂട്ട് വന്നതാണ് കേട്ടോ. റിപ്പോർട്ട് ചെയ്തതിന് ശേഷം 2-3 ഷൂട്ട് വന്ന് കിടക്കുന്നു. പിന്നെ തണ്ടിലും ഷൂട്ടുകൾ വരുന്നുണ്ട്, 2 ഷൂട്ട് തണ്ടിൽ വന്നു. അങ്ങനെ ഓരോന്നായിട്ട് അങ്ങനെ ഉണ്ട്, 2 ഷൂട്ട് തണ്ടിലും. അപ്പോൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞപ്പം നല്ല രീതിയിൽ വളരുന്നുണ്ട്. അപ്പോൾ അത് ധൈര്യമായിട്ട് ഇപ്പോൾ വലിയ പ്ലാന്റുകൾ ബഡ് വന്നതായാലും ധൈര്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും. ഓക്കെ, അപ്പോൾ റിപ്പോർട്ട് ചെയ്യണം, നിർബന്ധമായിട്ടും റിപ്പോർട്ട് ചെയ്യണം, ഒരു 3 വർഷം കഴിയുമ്പോഴെങ്കിലും. ഓക്കെ, താങ്ക് യു. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും ഒരു തമ്പ് ഇംപ്രഷനോ എന്തെങ്കിലും ഒന്ന് ഒരു കമൻറ്റ് ഒക്കെ ചെയ്യുക കേട്ടോ. കണ്ട് വെറുതെ അങ്ങനെ പോകാൻ ഒരു സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് ഇച്ചിരി മെനക്കെട്ട പണികളാണ്, എഡിറ്റ് ചെയ്യാനും ഒക്കെ തന്നെയൊക്കെ ഇത് വീഡിയോ എടുക്കലും ചെയ്യുന്നതിൻ്റെ ഇടയിലൊക്കെ ഞാൻ തന്നെയാണ് വീഡിയോ എടുത്ത്, ഒത്തിരി കഷ്ടപ്പാടാണ് അതൊക്കെ. അപ്പോൾ ഇത്തരം നമ്മൾ ബുദ്ധിമുട്ടൊക്കെ ചെയ്യുമ്പോൾ ഒരു സപ്പോർട്ട് എല്ലാവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഒക്കെ ചെയ്യൽ കുറവാണ്, സമയപരിമിതി കൊണ്ട് ചെയ്യലൊക്കെ കുറവാണ്. ഇതൊക്കെ 3 ബഡ് വന്നതൊക്കെ നന്നായി വിരിഞ്ഞ് വന്നിട്ടുണ്ടാണ്. കലായതുകൊണ്ട് ചൈനാര് വെച്ച് കൊടുക്കാൻ മറക്കണ്ട. പിന്നെ രാവിലെ നനയ്ക്കുക, 4 മണിക്ക് ശേഷം ഫംഗിസൈഡും ഫെർട്ടിലൈസറും അങ്ങനെയൊക്കെ കൊടുക്കുക. ഓക്കെ, താങ്ക് യു.